കൊമ്പനായി T-90 ടാങ്കുകൾ, പ്രഹരശേഷി വ്യക്തമാക്കി കപ്പൽവേധ മിസൈലുകൾ. ഭാരത് ശക്തി എന്ന പേരിൽ നടന്ന സൈന്യത്തിന്റെ മെഗാഭ്യാസ പ്രകടനം അക്ഷരാർത്ഥത്തിൽ വെളിവാക്കിയത് ഭാരതത്തിന്റെ ശക്തി തന്നെയാണ്. വിവിധ സേനകൾ തങ്ങളുടെ കരുത്തുകൾ മാറ്റുരച്ചപ്പോൾ കൂടുതൽ കരുത്തു പകർന്ന് സാക്ഷിയായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഭാരതത്തിന്റെ പ്രതിരോധ കരുത്ത് വെളിവാക്കി രാജസ്ഥാനിലെ പൊഖ്രാനിലായിരുന്നു ഭാരത് ശക്തി നടന്നത്. കര, നാവിക, വ്യോമസേനകൾ തങ്ങളുടെ ആയുധങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും ശക്തി ഇവിടെ തുറന്നുകാട്ടി. തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സന്നാഹങ്ങളായിരുന്നു അഭ്യാസ പ്രകടനത്തിൽ പങ്കുകൊണ്ടത്. ഇത് പ്രതിരോധ മേഖലയിലെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയും തുറന്നുകാട്ടുന്നു. 1 മണിക്കൂറിലധികമായിരുന്നു അഭ്യാസ പ്രകടനം നടന്നത്. ഇത് കാണാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു. സൈനിക വാഹനത്തിലായിരുന്നു അദ്ദേഹം സ്ഥലത്തെത്തിയത്. പ്രധാനമന്ത്രിക്കൊപ്പം 3 സേനകളുടെയും തലവന്മാരും സന്നിഹിതരായിരുന്നു. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും അഭ്യാസ പ്രകടനങ്ങൾക്ക് സാക്ഷിയായി. 30ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇന്ത്യയുടെ സൈനിക ശേഷി കാണാൻ എത്തിയിരുന്നു. T-90 ടാങ്കുകൾ, ധനുഷ് ആയുധ സംവിധാനം, ആകാശ് മിസൈൽ സംവിധാനം, ലോജിസ്റ്റിക്സ് ഡ്രോണുകൾ എന്നിവയായിരുന്നു കരസേന അഭ്യാസ പ്രകടനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇവയ്ക്ക് പുറമെ റോബോട്ടിക് മ്യൂളുകൾ, അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ, ആളില്ലാ വിമാനങ്ങൾ എന്നിവയും അഭ്യാസ പ്രകടനത്തിൽ കരുത്തുകാട്ടി. കപ്പൽവേധ മിസൈലുകൾ, ഓട്ടോനോമസ് കാർഗോ ക്യാരിയിങ് വെഹിക്കിളുകൾ, എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റ്സ് എന്നിവയായിരുന്നു നാവികസേന അഭ്യാസ പ്രകടനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിനു പുറമെ വിവിധ സാങ്കേതിക വിദ്യകളുടെ ശക്തിയും നാവികസേന അഭ്യാസ പ്രകടനത്തിനിടെ തുറന്നുകാട്ടി. ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റായ തേജസ്, ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ, അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ എന്നിവയായിരുന്നു വ്യോമസേന അഭ്യാസ പ്രകടനത്തിൽ അണിനിരത്തിയത്. നിലവിലെയും ഭാവിയിലെയും വെല്ലുവിളികളെ നേരിടാൻ ഭാരതം തയ്യാറാണെന്ന സന്ദേശം കൂടിയാണ് ഭാരത് ശക്തി നൽകുന്നത്. ആത്മനിർഭരതയുടെ പാതയിൽ ഭാരതം അതിവേഗത്തിൽ കുതിക്കുകയാണെന്ന സത്യവും മെഗാഭ്യാസ പ്രകടനം ലോകത്തിന് മുൻപിൽ വിളിച്ചു പറയുന്നു.